ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഞാൻ കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പിടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ഒരു ബൗളെടുത്ത് 1.5 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തേക്കുന്നത്. ഇത് നൈസ് അരിപ്പൊടിയാണ്, അതായത് പത്തിരിപ്പൊടീൻ്റെയൊക്കെ പാകമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് വേണ്ടത് തേങ്ങ വേണം, ചിരക്കിയ തേങ്ങ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. പിന്നെ ചെറിയ ജീരകം, അത് 1 ടീസ്പൂൺ വേണം. പിന്നെ കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് പൊടി കുഴച്ചെടുക്കാം. ഇതിനായിട്ട് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. 1.5 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം. അതിൽ കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിടുക. അപ്പം ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണിത്, മേടിച്ചതല്ല. അപ്പോൾ ഇനി വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ല തിളയ്ക്കണം വെള്ളം. നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ചൂടുവെള്ളം നമുക്ക് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊരു തവി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടിയുടെ എല്ലാ ഭാഗത്തും നനവെത്തണം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ചായിട്ടേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒഴിച്ചു കൊടുക്കുക വെള്ളം, നന്നായി ഇളക്കിയെടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ഇപ്പം നോക്കണം. എന്നിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഈ സമയത്ത് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇതാ പൊടി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. ഇനി ഞാൻ കുഴച്ചെടുക്കാൻ പോവാണ്. ചെറിയ ചൂടുണ്ട്, എന്നാലും കൈവച്ച് തന്നെ നന്നായിട്ട് കുഴയ്ക്കണം. ഏകദേശം ഈ ഒരു പരുവാകണം. ഈ കുറച്ച് എണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കുക. കയ്യിലൊട്ടാതിരിക്കാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിടി വെക്കുന്നതിനാവശ്യമായ വെള്ളം നമുക്കിനി തിളപ്പിക്കാം. അതിനായിട്ട് 4 കപ്പ് വെള്ളം, ഞാൻ അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് വെള്ളം എടുത്തിരിക്കുന്നത്. 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ തേങ്ങ ചിരകി വെച്ചത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണേലും ചേർക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ പൊടി കുഴച്ചതിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി. സ്റ്റൗ ഓണാക്കി അതിലേക്ക് ഈ വെള്ളം വെക്കുക. അപ്പോൾ ഈ തേങ്ങാക്കൊത്തും തേങ്ങയൊക്കെ ഒന്ന് നന്നായി വെന്ത് വരണം. അപ്പോഴത്തേക്ക് നമുക്ക് പിടിക്കുള്ള ഉരുള പിടിക്കാം. ഒരു ചെറിയ ഏകദേശം ഇത്രയും വലിപ്പത്തിലാണ് ഉരുള പിടിക്കേണ്ടത്. അതേപോലെ എല്ലാ മാവും നമുക്ക് ഉരുള പിടിച്ച് വെക്കാം. ഇടയ്ക്ക് കയ്യിൽ ഇത്തിരി എണ്ണയൊക്കെ തേച്ച് കൊടുത്താൽ മതി. കയ്യിൽ ഒട്ടില്ല, ഇടയ്ക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും മാവ്. അപ്പോൾ കുറച്ച് എണ്ണ തേച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ പിടിക്കുള്ള ഉരുളയൊക്കെ പിടിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് അവസാനമുള്ള കുറച്ച് മാവ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അവസാനം ആവശ്യമുണ്ട്, അതിവിടെ വെക്കാം. ഇതപ്പോൾ വെള്ളം നന്നായി തിളച്ച് തേങ്ങയൊക്കെ വെന്തിട്ടുണ്ട്.
ഇതാ ഈ പൊടിയിൽ നിന്ന് നമുക്ക് ഇത്രയും ഉരുള കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തും തേങ്ങ പീരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്, ജീരകമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉരുളകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കുക. ഉരുള ഇടുമ്പം ലോ ഫ്ലെയിമിൽ വെക്കണം. നന്നായി തിളച്ച് മേത്തേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കണം. അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കുക. ആദ്യം ഇളക്കി കൊടുക്കരുത്, ഉരുള പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ചെറുതായി വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തവി വെച്ച് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഉരുള ഇട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഉരുള പെട്ടെന്ന് തന്നെ വേവും, കാരണം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലാണ് പൊടി കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ പൊടിയൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വേവും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാവുള്ളൂ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പം നമ്മുടെ ഉരുളയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവ് നന്നായി കുഴച്ചെടുക്കണം. നല്ല ലൂസാക്കി, കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് ലൂസാക്കി കുഴച്ചെടുക്കണം. ഇതാ ഏകദേശം ഈ ഒരു ഭാഗം. ഇനി ഇത് നമുക്ക് നമ്മുടെ പിടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ഒരു നന്നായി ഒരു തിള വരുമ്പം ഓഫ് ചെയ്യുക. അപ്പം നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.